ഹായ് ഡിയേഴ്സ്, പോളിനോമിയൽസ് ബഹുപദങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കാൻ ഈ ഒറ്റ വീഡിയോ മാത്രം മതി. കംപ്ലീറ്റ് ആയിട്ട് ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ പോവാണ്. സോ അതിനുവേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻസ് മുഖേന നമുക്ക് എന്താക്കാം, ഈ ചാപ്റ്റർ പഠിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കുറച്ച് പോളിനോമിയൽസ് ഉണ്ട്, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽസ് ഉണ്ട്. ഇതിനെ നമ്മൾ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതണം. ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായിട്ടാണ് എഴുതേണ്ടത് രണ്ടാം കൃതി ബഹുപദങ്ങളെ. സോ 3 പോളിനോമിയൽസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ എന്താണ്? ഒന്നാമത്തെ ആള് എക്സ് സ്ക്വയർ മൈനസ് 100 ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് രണ്ട് ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായിട്ട് എഴുതാൻ വേണ്ടി നമ്മൾ പഠിച്ചൊരു ഫോർമുലയുണ്ട്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ആണ്. ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ എക്സ് സ്ക്വയർ മൈനസ് 100നെ എനിക്ക് എക്സ് സ്ക്വയർ മൈനസ് 10 സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? പറ്റും. 100 എന്ന് പറഞ്ഞാൽ 10 സ്ക്വയർ ആണ്. സോ ഇവിടെ നമുക്ക് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിൽ വന്നു. എക്ക് പകരം എക്സ് ആണ്, ബിക്ക് പകരം 10 ആണ്. സോ എക്സ് മൈനസ് 10 ഇൻറ്റു എക്സ് പ്ലസ് 10 രണ്ട് ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി ബി ക്വസ്റ്റ്യൻ എഗെയിൻ എക്സ് സ്ക്വയർ മൈനസ് 1/4 ആണ് നെക്സ്റ്റ് വൺ വരുന്നത്. ഇവിടെ നമുക്ക് എന്താക്കാം? എക്സ് സ്ക്വയർ മൈനസ് 1/4 എന്ന് പറഞ്ഞാൽ 1/2 ഹോൾ സ്ക്വയർ ആണ്. 1/2ന്റെ ഹോൾ സ്ക്വയർ ആണ് 1/4 എന്ന് പറഞ്ഞാൽ. സോ എനിക്ക് 1/4നെ 1/2 ഹോൾ സ്ക്വയർ എഴുതാം. എഗെയിൻ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, എക്ക് പകരം എക്സ് ആണ്, ബിക്ക് പകരം 1/2 ആണ്. സോ എക്സ് മൈനസ് 1/2 ഇൻറ്റു എക്സ് പ്ലസ് 1/2. സോ സിമ്പിൾ. ഇനി സി ക്വസ്റ്റ്യൻ എഗെയിൻ നമുക്ക് എന്താക്കാം? എക്സ് സ്ക്വയർ മൈനസ് 5 ആണ് വന്നത്. ഇയാളെ നമുക്ക് ഇതേപോലെ എഴുതാൻ പറ്റും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ 5 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ 5നെ നമ്മൾ സ്ക്വയർ ആയിട്ട് എഴുതുമ്പോൾ, ഈ 5 എന്ന് പറയുന്ന ആളെ സ്ക്വയർ ആയിട്ട് എഴുതുമ്പോൾ √5 സ്ക്വയർ എന്ന് എഴുതുക. പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്ത ആൾ നമ്മൾ ഇതാ ഇങ്ങനെയാണ് എഴുതുക. എക്സ് സ്ക്വയർ മൈനസ് √5 ഹോൾ സ്ക്വയർ. കുഴപ്പമില്ലല്ലോ. √5 ഹോൾ സ്ക്വയർ എന്താണ്? അത് 5 തന്നെയാണ് സാറേ. സോ എക്ക് പകരം ആരാ വന്നത്? എക്സ് ആണ്, ബിക്ക് പകരം √5. സോ എക്സ് മൈനസ് √5 ഇൻറ്റു എക്സ് പ്ലസ് √5. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. ഇനി അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇവിടെ ഈ കാണുന്ന സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽസിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇതിനെ 0നോട് ഇക്വേറ്റ് ചെയ്താൽ ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിട്ട് മാറും. സൊല്യൂഷൻ ഈക്വൽ ടു 0 വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എക്സിന് കൂടെ വരുന്ന വാല്യൂസിന്റെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും. ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും സൊല്യൂഷൻ വരിക. അതായത് എക്സ് മൈനസ് 10, അപ്പോൾ എക്സ് ഈക്വൽ ടു 10 എന്തായിരിക്കും? ഒരു സൊല്യൂഷൻ ആയിരിക്കും. എക്സ് പ്ലസ് 10 വന്നു, അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു മൈനസ് 10 എന്തായിരിക്കും? ഒരു സൊല്യൂഷൻ ആയിരിക്കും. നേരെ സൈൻ മാറ്റിയാൽ മതി. അതേപോലെ തന്നെയാണ് ഈ രണ്ട് കേസിലും. എക്സ് ഈക്വൽ ടു 1/2 എക്സ് ഈക്വൽ ടു മൈനസ് 1/2 എന്താണ്? ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സൊല്യൂഷൻ ആണ്. ഈ കേസിൽ അതേപോലെ തന്നെ ഈക്വൽ ടു 0 കൊടുത്ത് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്താൽ സൊല്യൂഷൻ മൈനസ് പ്ലസ് √5 മൈനസ് √5 ആയിരിക്കും സൊല്യൂഷൻ വരിക എന്ന് ചുമ്മാ ഒന്ന് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു പ്രത്യേകത ഉണ്ട്. ഈ ക്വസ്റ്റ്യനിൽ ആക്ച്വലി പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2x സ്ക്വയർ മൈനസ് 3x പ്ലസ് 1 ആണ്. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറിന് കോയിഫിഷ്യന്റ് 1 അല്ല, 2 ആണ്. അപ്പം നമ്മൾ പഠിച്ചൊരു മെത്തേഡ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഞാൻ പറയാൻ പോവാണ്. പി ഓഫ് എക്സിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പി ഓഫ് 0, അതേപോലെ തന്നെ പി ഓഫ് 1, പി ഓഫ് 2 കണ്ടുപിടിക്കാനാണ്. സോ 2x സ്ക്വയർ മൈനസ്, എടാ ലൈക്ക് ചെയ്യാൻ മറന്നു വരുന്നത്, ലൈക്ക് ചെയ്യാത്ത ആൾക്കാരൊക്കെ ലൈക്ക് ചെയ്യുക. സോ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x സ്ക്വയർ മൈനസ് 3x പ്ലസ് 1 ആണ്. അതിൽ പി ഓഫ് 0 എന്ന് പറഞ്ഞാൽ എക്സിന് പകരം 0 കൊടുത്താൽ മതി. വിച്ച് മീൻസ് 2 ഇൻറ്റു 0 സ്ക്വയർ മൈനസ് 3 ഇൻറ്റു 0 പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 2 മൈനസ് ഇതൊക്കെ ഇതായിപ്പോൾ 0 ആവും, ഇത് 0 ആവും, റിമൈനിങ് ആയിട്ട് 1 ആണ്. വിച്ച് മീൻസ് 1 വന്നു. ഇനി പി ഓഫ് 1 ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ എക്സിന് പകരം 1 കൊടുക്കുന്നു. 2 ഇൻറ്റു 1 സ്ക്വയർ മൈനസ് 3 ഇൻറ്റു 1 പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 2 മൈനസ് 3 പ്ലസ് 1 ആയിട്ട് മാറും. ഈക്വൽ ടു 0 ആണ്. പി ഓഫ് 1 0t. ഇനി പി ഓഫ് 2 നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. എക്സിന് പകരം എന്ത് കൊടുത്താൽ മതി? 2 കൊടുത്താൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് നല്ലൊരു അടിപൊളി ക്വസ്റ്റ്യൻ. റൈറ്റ് എ ഫസ്റ്റ് ഡിഗ്രി ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ്. പി ഓഫ് എക്സിന്റെ ഒരു ഒന്നാംകൃതി ഘടകം എഴുതാൻ പറയുന്നുണ്ട്. ഒന്നാംകൃതി ഘടകം എഴുതാൻ പറയുമ്പോൾ നമ്മൾ പഠിച്ചൊരു മെത്തേഡ് ഉണ്ട്. ആഡ് ചെയ്താൽ എക്സിന്റെ കോയിഫിഷ്യന്റ് വരുന്ന ഒരു നമ്പർ, മൾട്ടിപ്ലൈ ചെയ്താൽ കോൺസ്റ്റന്റ് വരുന്ന ഒരു നമ്പർ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ചെയ്തൊരു മെത്തേഡ് ഉണ്ട്. പക്ഷേ ആ മെത്തേഡ് വർക്ക് ആകണമെങ്കിൽ എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് 1 ആയിരിക്കണം. ഇവിടെ എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് ആണ് 2 ആണ്. സോ ആ മെത്തേഡോട് വർക്ക് ആവില്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ സൊല്യൂഷൻ കണ്ടുപിടിച്ച് ഫാക്ടർ ആക്കുകയാണ് ചെയ്യുക. അതിനുവേണ്ടി മൈനസ് ബി പ്ലസ് ഓർ മൈനസ് √b സ്ക്വയർ മൈനസ് 4ac/2a എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്യും. പക്ഷേ അങ്ങനെയൊന്നും ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ചെയ്യാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ഉണ്ട്. നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്. പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ ഉണ്ട്. അതിൽ പി ഓഫ് എ ചെയ്താൽ 0 ആണെങ്കിൽ എക്സ് മൈനസ് എ എന്തായിരിക്കും? ഇതിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും, ഇതിൻ്റെ ഒരു ഒന്നാംകൃതി ഘടകമായിരിക്കും. നിങ്ങൾ നോക്കിക്കേ, ഈ പോളിനോമിയലിൽ എക്സിന് പകരം 1 കൊടുത്തപ്പോൾ 0 കിട്ടി.
എക്സിന് പകരം 1 കൊടുത്തപ്പോൾ 0 കിട്ടി. അങ്ങനെയാണെങ്കിൽ ബി ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് പറയാൻ പറ്റും x-1 എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പോളിനോമിയലിന്റെ ഒരു ഒന്നാം കൃതി ഘടകമാണ്, ഫസ്റ്റ് ഡിഗ്രി ഫാക്ടർ ആണെന്ന് പറയാൻ പറ്റും. കാരണം എന്താണ്, P(1) 0 ആയതുകൊണ്ടെന്ന് പറയാൻ പറ്റും. ഇങ്ങനെ ചെയ്താൽ മതി. സോ x-1 ആണ് ഈ കാണുന്ന പോളിനോമിയലിന്റെ ഒരു ഒന്നാം കൃതി ഘടകം എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നു P(x) = x² - 5x + 9 ഫൈൻഡ് P(2) എന്ന് പറയുന്നുണ്ട്. A question, P(x) = x² - 5x + 9 അല്ലേ. P(2) കാൽക്കുലേറ്റ് ചെയ്യണം. P(2) = എക്സിന് പകരം 2 കൊടുക്കുന്നു, 2² - 5 × 2 + 9, 2² 4 ആണ്, -5 × 2 10 ആണ്, +9 വരുന്നു. 4 - 10 -6 ആണ്, -6 + 9 എന്തായിട്ട് മാറും, 3 ആയിട്ട് മാറും. സോ -6 + 9 3 ആണ്. P(2)ന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി, 3 കിട്ടി. ഇനി അടുത്തത് x-2 is a factor of P(x) = x² - 5x + k, then what is the number k എന്ന് ചോദിക്കുന്നുണ്ട്. സോ നമുക്ക് തന്നിരിക്കുന്നതിൽ x² - 5x + k എന്ന് പറയുന്ന പോളിനോമിയലിന്റെ ഒരു ഫാക്ടർ ആണ് x-2. അങ്ങനെയാണെങ്കിൽ ഫാക്ടർ x-2 ആണെങ്കിൽ ഈ കാണുന്ന എക്സിന് നമ്മൾ 2 കൊടുത്താൽ =0 കിട്ടണം. ഇതിന്റെ സൊല്യൂഷൻ ആയിരിക്കും ഈ കാണുന്ന =0 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ ആയിരിക്കും എന്ത്, x = 2 എന്ന് പറയുന്ന വാല്യൂ. അതായത് എക്സിന് കൂടെ വരുന്ന വാല്യൂവിന്റെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും സൊല്യൂഷൻ വരിക. നമ്മൾ പഠിച്ച കാര്യമാട്ടോ. സോ അത് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് കെന്റെ വാല്യൂ. ഇവിടെ കെന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ബി ക്വസ്റ്റ്യനിൽ നമ്മുടെ പോളിനോമിയൽ P(x) = x² - 5x + k ആണ്. സോ P(2) എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 0 ആയിരിക്കും വരിക. അപ്പോൾ 2ന് ഞാൻ എന്താക്കുന്നു, 0 കൊടുക്കുന്നു. 0 കൊടുത്താൽ എക്സിന് നമ്മൾ 2 കൊടുക്കുന്നു. സോ 2² - 5 × 2 + k = 0 എന്ന് വന്നു. 2² എന്ന് പറഞ്ഞാൽ 4 ആണ്, -5 × 2 എന്ന് പറഞ്ഞാൽ 10 ആണ്, +k = 0. 4 - 10 -6 ആണ്, -6 + k = 0. k -6 അങ്ങോട്ട് പോയാൽ +6 ആയിട്ട് മാറും. kന്റെ വാല്യൂ എന്ത് കിട്ടി, 6 കിട്ടി. ഇങ്ങനെയാണ് kന്റെ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. kന്റെ വാല്യൂസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് മോഡൽ എക്സാമിന് എക്സ്പെക്ട് ചെയ്യും കേട്ടോ. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ ആണ് സി ക്വസ്റ്റ്യൻ. റൈറ്റ് ദ P(x) = x² - 5x + 6 as the product of two first degree polynomials. അതായത് ഈ കാണുന്ന x² - 5x + 6 എന്ന് പറയുന്ന പോളിനോമിയൽ, x² - 5x + 6 എന്ന് പറയുന്ന പോളിനോമിയൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച പോളിനോമിയൽ ആട്ടോ. P(x) = x² - 5x + 6 എന്ന് പറയുന്ന പോളിനോമിയലിന്റെ രണ്ട് ഫസ്റ്റ് ഡിഗ്രി ഫാക്ടേഴ്സിന്, രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായിട്ട് എഴുതാനാണ് പറയുന്നത്. സോ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഈസി ട്രിക്ക് ഉണ്ട്. ഒരു ഘടകം അറിയാമെങ്കിൽ രണ്ടാമത്തെ ഫാക്ടർ കണ്ടുപിടിക്കാൻ ഒരു ഈസി ട്രിക്ക് ഉണ്ട്. പക്ഷെ നമ്മൾ കറക്റ്റ് പ്രോപ്പർ മെത്തേഡ് പറഞ്ഞിട്ട് എന്താക്കാം, ഈസി ട്രിക്ക് പഠിക്കാൻ ശ്രമിക്കാം. സോ അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ആഡ് ചെയ്താൽ, ചിലപ്പം ആഡ് ചെയ്താൽ, അതായത് രണ്ട് നമ്പേഴ്സ് വേണം നമുക്ക്. രണ്ട് നമ്പേഴ്സിൽ a + b ആണ് രണ്ട് നമ്പേഴ്സ്. ആ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്താൽ എന്തായിരിക്കണം, -5, അതായത് എക്സിന്റെ കോയിഫിഷ്യന്റ് വരണം. ഇനി അതേപോലെ തന്നെ ഈ രണ്ട് നമ്പേഴ്സും മൾട്ടിപ്ലൈ ചെയ്താൽ a × b ചെയ്താൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂ 6 വരണം. ഈ കാണുന്ന മെത്തേഡ് വർക്ക് ചെയ്യുന്ന ഏത് സമയത്താണ്, x² കോയിഫിഷ്യന്റ് 1 ആണെങ്കിൽ മാത്രമേ, x² മുമ്പിൽ വരുന്ന വാല്യൂ 1 ആണെങ്കിൽ മാത്രമേ ഈ മെത്തേഡ് വർക്ക് ആവുള്ളൂ കേട്ടോ. സോ a + b = -5ഉം a × b = 6ഉം വരുന്ന രണ്ട് നമ്പേഴ്സ് വേണം. അങ്ങനെ വരുന്ന രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാടാ, രണ്ട് നമ്പേഴ്സ് ആണ് -2 -3 അല്ലേ, -2 -3 അല്ലേ രണ്ട് നമ്പേഴ്സ്. റെഡി ആണല്ലോ. -2 -3, -2 + -3 -5 ആണ്. -2 × -3 6 ആണ് വരിക. സോ എനിക്ക് നേരെ ഈ കാണുന്ന പോളിനോമിയലിനെ ഒരു എക്സ് കൊടുക്കാം. നമ്മൾ കണ്ടുപിടിച്ച നമ്പർ ഇല്ലേ, ആ -2നെ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ എഴുതാം -2. ഇനി അതേപോലെ എഗെയിൻ ഒരു എക്സ് കൊടുക്കാം. ആ -3യെ നമ്മൾ കണ്ടുപിടിച്ച രണ്ടാമത്തെ നമ്പറിനെ ഇങ്ങനെ കൊടുക്കാം, x - 2 × x - 3. അതായത് ഈ കാണുന്ന പോളിനോമിയലിന്റെ രണ്ട് ലീനിയർ ഫാക്ടേഴ്സ്, ഫസ്റ്റ് ഡിഗ്രി ഫാക്ടേഴ്സ് ആണ് x-2ഉം x-3ഉം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ഈ കാണുന്ന പോളിനോമിയലിനെ നമ്മൾ 0നോട് ഇക്വേറ്റ് ചെയ്ത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കി മാറ്റി. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എക്സിന് കൂടെ വന്ന് -2 അല്ലേ. സോ x = 2 അതൊരു സൊല്യൂഷൻ ആയിരിക്കും. ഓർ x-3 = 0. ഒന്നെങ്കിൽ x-2 0 ആവണം. x-2 0 ആവെന്ന് പറഞ്ഞാൽ -2 അങ്ങോട്ട് പോയിട്ട് x = 2 ആയിട്ട് മാറും. അതാണ് x = 2 വന്നത്. ഇനി x-3 നെക്സ്റ്റ് 0 ആവണം. x-3 0 പറഞ്ഞാൽ x എന്തായിട്ട് മാറും, 3 ആയിട്ട് മാറും. രണ്ട് സൊല്യൂഷൻ ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ട കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ തൊട്ടുമ്പത്തെ ക്വസ്റ്റ്യനിൽ ബി ക്വസ്റ്റ്യനിൽ ഒരു ഷോർട്ട് ട്രിക്ക് പറയാൻ പോവാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ട്രിക്ക് പറയാൻ പോവാണ്. നമ്മൾ തൊട്ടുമ്പത്തെ ക്വസ്റ്റ്യനിൽ x² - 5x + 6, kന്റെ വാല്യൂ 6 കിട്ടി. സോ നമ്മുടെ പോളിനോമിയൽ ഏതാണ്, x² - 5x + 6 ആണ്. അതിന്റെ ഒരു ഫാക്ടർ ആണ് x-2 എന്ന് മനസ്സിലായി. അതിന്റെ ഒരു ഫാക്ടർ ആണ് x-2. സോ ഒരു ഫാക്ടർ നമുക്കറിയാം, x-2 എന്ന് പറയുന്ന ഒരു ഫാക്ടർ അറിയാം. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ
ഫാക്ടർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി അറിയോ? ഈ കാണുന്ന പോളിനോമിയലിലെ എക്സ് സ്ക്വയറിനെ എക്സ് കൊണ്ട് നമ്മൾ കണ്ടുപിടിച്ച ഒന്നാമത്തെ ഫാക്ടറിന്റെ എക്സ് കൊണ്ട് എന്താക്കാൻ പോവാണ്? ഡിവൈഡ് ചെയ്യുന്നു. എക്സ് സ്ക്വയർ ബൈ എക്സ് എന്താണ്? അത് എക്സ് ആണ്. ആ എക്സ് അതുപോലെ ഇരിക്കുക. ഇനി അതേപോലെ തന്നെ നമ്മുടെ പോളിനോമിയലിലെ കോൺസ്റ്റന്റ് ടേമില്ലേ, ഈ കോൺസ്റ്റന്റ് ടേമിനെ ഈ നമ്മൾ കണ്ടുപിടിച്ച ഫാക്ടറിന്റെ കോൺസ്റ്റന്റ് ടേം അതാരാണ്? -2. 6നെ -2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് -3 കിട്ടും. അതായിരിക്കും x-3 എന്ന് പറയുന്ന സെക്കൻഡ് ഫാക്ടർ വരിക. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താക്കാം? രണ്ടാമത്തെ ഫാക്ടർ കണ്ടുപിടിക്കാം ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട്. ഇത് ഷോർട്ട് കട്ട് ആയിട്ടുള്ള ട്രിക്കാണ്. ഒരു ഫാക്ടർ അറിയാമെങ്കിൽ രണ്ടാമത്തെ ഫാക്ടർ കണ്ടുപിടിക്കുന്ന മെത്തേഡ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യൻ ആണ് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത്. ഇതിൽ വാല്യൂസ് മാറുന്നുണ്ടാവുള്ളൂ, പക്ഷേ എപ്പോഴും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. സോ പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ ഉണ്ട്. എക്സ് സ്ക്വയർ -7x + 12 ആണ് ആ പോളിനോമിയൽ വരുന്നത്. ആദ്യം പറയുന്നു പി ഓഫ് 3 കാൽക്കുലേറ്റ് ചെയ്യാൻ. സോ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ -7x + 12 ആണ്. പി ഓഫ് 3 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എ ക്വസ്റ്റ്യൻ പി ഓഫ് 3 എന്ന് പറഞ്ഞാൽ എക്സിന് 3 കൊടുക്കുന്നു, വിച്ച് മീൻസ് 3² - 7 × 3 + 12 ആണ്. 3² എന്ന് പറഞ്ഞാൽ 9 ആണ്. -7 × 3 എന്ന് പറഞ്ഞാൽ 21 ആണ്. 21 + 12 വരുന്നു. 9 - 21 എന്ന് പറഞ്ഞാൽ 12 ആണ്. ഈക്വൽ ടു 0 ആണ് വരിക. പി ഓഫ് 3 എന്ത് കിട്ടി? 0 കിട്ടി. അപ്പം തന്നെ നിങ്ങൾ ഉറപ്പിച്ചോ, ഈ കാണുന്ന സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ഒരു ഫാക്ടറാണ് x-3 എന്ന് പറഞ്ഞാൽ. x-3 എന്താണ്? ഈ കാണുന്ന സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ഒരു ഫാക്ടറാണ്. +12. എടാ ഒരു കാര്യം ചെയ്യാം, +12 വേണ്ട, നമുക്ക് +14 ആക്കാം കേട്ടോ. ഇവിടെ +14 ആക്കാണ്. അങ്ങനെയാണ് ഒരു മാറ്റം വരും കേട്ടോ. കാരണം നമ്മൾ അതിലേക്ക് ക്വസ്റ്റ്യൻ ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ ഒരു പ്രശ്നം പറ്റിയതാണ്. +14 ആണ്. 14. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 ആണ് വന്നത് കേട്ടോ. പി ഓഫ് 3 എന്ത് കിട്ടി? 2 കിട്ടി. പി ഓഫ് 3 0 ആണെങ്കിൽ x-3 എന്തായിരിക്കും? ഒരു ഫാക്ടർ ആയിരിക്കും. പക്ഷേ ഇവിടെ പി ഓഫ് 3 എന്താണ്? 2 ആണ് കിട്ടിയത്. ഈ ടൈപ്പിലെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഇനി ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പി ഓഫ് 3 നമുക്ക് 2 കിട്ടി കഴിഞ്ഞു. നമ്മളോട് പറയുന്നത് ഫൈൻഡ് പി ഓഫ് എക്സ് - പി ഓഫ് 3 എന്ന് പറയുന്ന പോളിനോമിയലാണ്. അപ്പോൾ പി ഓഫ് എക്സ് - പി ഓഫ് 3, പി ഓഫ് എക്സ് - പി ഓഫ് 3 വിച്ച് ഇസ് ഈക്വൽ ടു പി ഓഫ് എക്സ് എന്താണ്? എക്സ് സ്ക്വയർ -7x + 14 ആണ്. പിന്നെ ഒരു -2. പി ഓഫ് 3 എന്താണ്? 2 ആണ്. അതിനോട് നമ്മൾ എന്താക്കുന്നു? -പി ഓഫ് 3 ആണ്. സോ -2 വന്നു. വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വന്നു? എക്സ് സ്ക്വയർ -7x + 12 എന്ന് കിട്ടി. റെഡി ആണല്ലോ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പഠിച്ചൊരു കൺസെപ്റ്റ് ഉണ്ട്. ആ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒരു പോളിനോമിയൽ പി ഓഫ് എക്സ് ഉണ്ട്. ഈ പി ഓഫ് എക്സിനോട് നമ്മൾ പി ഓഫ് എ സബ്ട്രാക്ട് ചെയ്യുന്നു. പി ഓഫ് എക്സ് - പി ഓഫ് എ ചെയ്തു. അങ്ങനെയാണെങ്കിൽ x - a എന്തായിരിക്കും? ഈ പോളിനോമിയലിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും. x - a ഈ പോളിനോമിയലിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇനിയാണ് നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകുന്നത്. Write p of x - p of 3 as the product of two first degree polynomials. അതായത് p of x - p of 3യെ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ്, രണ്ട് ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായിട്ട് എഴുതാൻ പറയുന്നുണ്ട്. എന്താ p of x - p of 3 എന്ന് പറയുന്ന പോളിനോമിയൽ? p of x - p of 3 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം കണ്ടുപിടിച്ചതാണ് x² - 7x + 12 ആണ്. ഇതിനെ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ ഘടകമായി ചെയ്താൻ വേണ്ടി നമ്മൾ പഠിച്ച രണ്ട് മെത്തേഡ് ഉണ്ട്. അതിൽ നമുക്കിവിടെ ഒരു ഘടകം പറയാം. അതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് സെക്കൻഡ് ഫാക്ടർ കണ്ടുപിടിക്കാൻ പറ്റും. ഒറിജിനൽ മെത്തേഡ് നമ്മൾ എപ്പോഴും ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ a × b ചെയ്താൽ 12 കിട്ടണം, a + b ചെയ്താൽ -7 കിട്ടണം. ചില സ്കൂളിൽ ചിലപ്പോൾ -7 വരെ +7 എടുക്കാനും പറയാറുണ്ട്. പക്ഷേ ഈ മെത്തേഡാണ് എന്തുകൊണ്ട് നല്ലത് കേട്ടോ. സോ p of x - p of 3 = x² - 7x + 12 ആണ് വന്നത്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തൊട്ടുമുമ്പ് പഠിച്ച കൺസെപ്റ്റ് ഉണ്ട്. പി ഓഫ് എക്സ് - പി ഓഫ് എ എന്ന് പറയുന്ന ആളുടെ ഒരു ഫാക്ടർ ആയിരിക്കും x - a എന്ന് പറയുന്ന കൺസെപ്റ്റ്. ആ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് പി ഓഫ് എക്സ് - പി ഓഫ് 3 എന്ന് പറയുന്ന ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ഒരു ഫാക്ടർ ഏതായിരിക്കും? x - 3 ആണ് വരിക. ഏതാണ്? ഈക്വൽ ടു x - 3 എന്ന് കൊടുക്കാൻ പറ്റും ഡയറക്റ്റ് ആയിട്ട്. നിങ്ങൾ നോക്കിക്കേ, പി ഓഫ് എക്സ് - പി ഓഫ് എൻ്റെത് x - a ആണെങ്കിൽ പി ഓഫ് എക്സ് - പി ഓഫ് 3 എന്ന് പറയുന്ന പോളിനോമിയലിന്റെ ഒരു ഫാക്ടർ എന്ത് കിട്ടി? x - 3 കിട്ടി. രണ്ടാമത്തെ ഘടകമാണ് ഇനി കണ്ടുപിടിക്കുന്നത്. രണ്ടാമത്തെ ഘടകം കണ്ടുപിടിക്കാൻ സിമ്പിൾ ആയിട്ടുള്ള ട്രിക്ക് ഇല്ലേ? എന്താ ട്രിക്ക്? രണ്ടാമത്തെ ഘടകം കണ്ടുപിടിക്കാൻ ഒരു ഘടകം അറിയാമെങ്കിൽ, ഒരു ഫാക്ടർ അറിയാമെങ്കിൽ രണ്ടാമത്തെ ഫാക്ടർ കണ്ടുപിടിക്കാൻ ഈ കാണുന്ന x² x കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്ത് വന്നു? x വന്നു. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ കോൺസ്റ്റന്റ് ടേം 12 ആണ്. 12നെ നമ്മൾ ഇവിടെ വരുന്ന കോൺസ്റ്റന്റ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 12/-3. 12/-3 എന്താണ്? -4 ആണ്. സോ x - 4. ഈ കാണുന്ന പോളിനോമിയലിന്റെ രണ്ട് ഫസ്റ്റ് ഡിഗ്രി
ഫാക്ടേഴ്സ് ആണ് x-3 ഇൻറ്റു x-4 രണ്ട് ഘടകങ്ങളാണ് ഇങ്ങനെ കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു മെത്തേഡ് വെച്ചും കണ്ടുപിടിക്കാൻ പറ്റും. രണ്ടും സെയിം ആൻസർ ആയിരിക്കും വരിക. പക്ഷേ ഇതൊരു ട്രിക്ക് ആയിട്ടുള്ള മെത്തേഡാണ്. ട്രിക്കി ആയിട്ട് ചെയ്യാൻ ട്രിക്സിലൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ആട്ടോ. ട്രിക്കി എന്ന് പറഞ്ഞു പോകുന്നു. ഓക്കെടാ, ഇനി നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ p of x minus p of 3 is equal to 0. ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അതായത് p of x minus p of 3 x square p of x ഇത് C ക്വസ്റ്റ്യൻ, D ക്വസ്റ്റ്യൻ ആണ്. p of x മൈനസ് p of 3 എന്ന് പറയുന്ന പോളിനോമിയൽ അതേതാണ് എക്സ് സ്ക്വയർ മൈനസ് 7x plus 12നെ 0നോട് ഇക്വേറ്റ് ചെയ്താൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. ഇതിന്റെ സൊല്യൂഷൻ ആണ് വേണ്ടത്. അതിനുവേണ്ടി നമ്മൾ എന്താക്കുന്നു, ലീനിയർ ഫാക്ടേഴ്സിനെ x-3 ഇൻറ്റു x-4നെ 0നോട് ഇക്വേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ x-3 ഇൻറ്റു x-4 0 ആണെങ്കിൽ ഒന്നെങ്കിൽ x-3 is equal to 0 ആവണം, ഓർ x-4 0 ആണ്. x-3 0 ആണെങ്കിൽ x is equal to 3 ആയിരിക്കും. x-4 0 ആണെങ്കിൽ x is equal to 4 ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ എക്സിന് കൂടെ വരുന്ന വാല്യൂവിന്റെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും സൊല്യൂഷൻ. -3 വന്നു +3 സൊല്യൂഷൻ ആയിട്ട് മാറി, -4 വന്നു +4 സൊല്യൂഷൻ ആയിട്ട് മാറി. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് വെക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ നമുക്ക് പോളിനോമിയൽസിൽ കാര്യമായിട്ട് പഠിക്കാനുള്ളത്, എക്സാം റിലേറ്റഡ് ആയിട്ട് വരുന്നത്. പിന്നെ ലാസ്റ്റ് നമുക്ക് ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ചുള്ള ഒരു ടോപ്പിക് കൂടി ഉണ്ട്. ആ ടോപ്പിക് നിങ്ങൾ എന്താക്കുക, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. അവിടെ നിങ്ങൾ b² - 4ac ഒക്കെ പഠിക്കേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ട്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക, നിങ്ങൾ നമ്മുടെ ഈ കാണുന്ന വീഡിയോ എൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ വീഡിയോന്റെ താഴെ കമന്റ് ബോക്സിൽ എന്താക്കുക, കമന്റ് ആയിട്ട് അറിയിക്കുക. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യണം, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വേണം എന്ന് പറഞ്ഞാൽ മതി. ഞാൻ എന്താക്കേണ്ടത് ചെയ്യേണ്ടത്. സോ പോളിനോമിയൽസ് ബഹുപദങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും എന്താക്കുക, മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. അതുവരെ സ്മി അസ്ലം സൈനിങ് ഓഫ്.